ഇതുണ്ടല്ലോ നമ്മുടെ ഒരു പച്ചമുളക് തൈ ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് കുരുടിച്ച് നിന്നിട്ട് നമ്മളത് കട്ട് ചെയ്തിട്ട് എല്ലാ ഭാഗവും എല്ലാ ഇലകളും നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് പുതിയ ഇലകൾ വന്നിരിക്കുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ കുരുടിപ്പ് നമ്മൾ മാറ്റിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ 1 ലിറ്റർ കഞ്ഞിവെള്ളം എടുത്തു. അതിലോട്ട് ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി, നമ്മുടെ നാടൻ മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ ഒരു 1/4 സ്പൂൺ വിനേഗറും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് തളിച്ചു കൊടുത്തപ്പോൾ കാണുന്നതാണ് ഇത്. ഇതെല്ലാം നമുക്ക് പുതിയ തളിർപ്പുകൾ വന്നതാണ് കേട്ടോ. തളിർപ്പുകൾ വന്നതിന് ശേഷം പച്ചമുളക് ഉണ്ടായേക്കുന്നത് കണ്ടോ. നമുക്കപ്പോൾ ഇതേപോലെ വരുന്ന ഈ കുരുടിപ്പ് വരുന്ന പച്ചമുളകിൻ്റെ തൈകൾ നമ്മൾ വെറുതെ നശിപ്പിച്ച് കളയാതെ ഇവിടെയൊക്കെ കണ്ടോ, ഞാൻ ഇവിടെയൊക്കെ കട്ട് ചെയ്ത് മാറ്റിക്കളഞ്ഞതാണ്. പുതിയ തൈകൾ, പുതിയ കിളിർപ്പുകൾ അതിന് ശേഷം വന്നതാണ് കണ്ടോ. ഇവിടെയെല്ലാം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം അതിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് പുതിയ കിളിർപ്പുകൾ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മുടെ പച്ചമുളകിൻ്റെ തൈകൾ നമ്മൾ കളയണ്ട, കുരുടിച്ച് പോയാലും നമ്മൾ കളയേണ്ട ആവശ്യമില്ല. ഇതേപോലെ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്തിട്ട് എനിക്ക് സക്സസ് ആയി. ഞാനപ്പോൾ ഇതിന് മുമ്പ് ഇതിൻ്റെ വീഡിയോ ഞാനിത് കട്ട് ചെയ്യുന്നതും അതേപോലെ തന്നെ നേർപ്പിച്ച കഞ്ഞിവെള്ളത്തിലോട്ട് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം നേർപ്പിച്ചെടുത്തിട്ട് അതിലോട്ട് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ലിറ്റർ വെള്ളത്തിലോട്ട് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂൺ വിനേഗറും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ തളിച്ചു കൊടുത്താൽ മതി. ഇലകളുടെ അടിയിലും എല്ലാം തളിച്ചു കൊടുത്തതിന് ശേഷം വന്നേക്കുന്നതാണ്. നല്ല രീതിയിൽ നമുക്ക് മുളകുണ്ടായിട്ടുണ്ട്. പൂക്കളും കായ്കളും നല്ല രീതിയിൽ പൂക്കളുണ്ടാകുന്നുണ്ട്. അതേപോലെ തന്നെ നന്നായിട്ട് നമുക്ക് മുളക് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല രീതിയിൽ നമുക്ക് മുളക് പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കുരുടിച്ച മുളക് തൈകളൊന്നും കളയണ്ട, ഇതേപോലെ ചെയ്ത് കൊടുത്ത് നോക്കൂ കേട്ടോ.